എങ്കിലേ എന്നോട് പറ. ഇത് കേൾക്കാത്ത മലയാളികളില്ലല്ലേ? എന്നോട് പറ. സാധാരണ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടെൽ മീ എന്നാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ടെൽ മീ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ടെൽ മീ എന്നതിന് പകരം നമുക്ക് പറയാം ലെറ്റ് മീ നോ. ലെറ്റ് മീ നോ. ലെറ്റ് മീ നോ when you reach home. Let me know when you reach home. Let me know when you need help. Let me know when you reach home. Let me know when you need help. Exactly ഒരു ട്രാൻസ്ലേഷൻ പോലെയല്ല, ബട്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ലെറ്റ് മീ നോ യൂസ് ചെയ്യാം. അടുത്തത് പ്ലീസ് ഇൻഫോം മീ. പ്ലീസ് ഇൻഫോം മീ. ടെൽ മീ എന്നതിന് പകരം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പ്ലീസ് ഇൻഫോം മീ എന്ന് യൂസ് ചെയ്യാം. സെന്റൻസ് നോക്കിയേ. പ്ലീസ് ഇൻഫോം മീ അബൌട്ട് ദ മീറ്റിംഗ്. About the meeting. Please inform me if there are any changes. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ എന്ന് നമ്മൾ പറയാറില്ലേ? ആ ഒരു സെൻസിൽ പ്ലീസ് ഇൻഫോം മീ അബൌട്ട് ദ മീറ്റിംഗ്. പ്ലീസ് ഇൻഫോം മീ ഇഫ് ദർ ആർ എനി ചേഞ്ചസ്. നെക്സ്റ്റ് വൺ, കുഡ് യു എക്സ്പ്ലെയിൻ. കുഡ് യു explain. Could you explain? Sentence നോക്കിയേ. Could you please explain the topic? Could you please explain the topic? അതല്ലെങ്കിൽ could you please explain the problem എന്നൊക്കെ പറയില്ലേ? നമ്മൾ ഈ ടെൽ മീ എന്നത് എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോർമൽ ആയിട്ട് നമുക്ക് കുഡ് യു എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കാം. അടുത്തത് ക്യാൻ യു ക്ലാരിഫൈ. ക്യാൻ യു ക്ലാരിഫൈ. സെന്റൻസ് നോക്കിയേ. ക്യാൻ യു ക്ലാരിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ്. യുവർ സ്റ്റേറ്റ്മെന്റ്. ക്യാൻ യു ക്ലാരിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ്. അതല്ലെങ്കിൽ ക്യാൻ യു ക്ലാരിഫൈ വാട്ട് യു മീൻ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ടെൽ മീ എന്നതിന് പകരം നമുക്ക് പ്ലീസ് അപ്ഡേറ്റ് മീ എന്നും പറയാം. പ്ലീസ് അപ്ഡേറ്റ് മീ. സെന്റൻസ് നോക്കിയേ. പ്ലീസ് അപ്ഡേറ്റ് മീ ഓൺ ദ പ്രോഗ്രസ്. ഓൺ ദ പ്രോഗ്രസ്. അതല്ലെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് മീ ഇഫ് ദർ ആർ എനി ചേഞ്ചസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്ലീസ് അപ്ഡേറ്റ് മീ ഇഫ് ദർ ആർ എനി ചേഞ്ചസ്. ടെൽ മീ എന്നതിന് പകരമാണ് ഇപ്പം നമ്മൾ കുറേ വേർഡ്സ് ആൻഡ് ഫ്രേസസ് പറഞ്ഞത്. ഇനിയും ഒരുപാട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഏത് വേർഡ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ടെൽ മീ തന്നെയാണെങ്കിലും ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊന്നും നമുക്ക് ടെൽ മീ ഒരു പൊളൈറ്റ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ വേർഡ്സിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ടെൽ മീ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സ്ഥിരമായി നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ് ഓക്കെ. ഓക്കെ നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കാം അല്ലേ? ഓക്കെ എന്നതിന് പകരം നമുക്ക് പറയാം ഓൾ റൈറ്റ്. ഓൾ റൈറ്റ്. Sure. Sure. Got it. Got it. No problem. No problem. Sounds good. Sounds good. That's fine. That's fine. That's fine. Absolutely. Absolutely. All right then. All right then. ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാട് വേർഡ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും.
അത്യാവശ്യം ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. സ്ഥിരമായി പറയുന്ന ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയി മാറും. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓക്കെ അല്ലേ? ടെൽ മീ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി ഈ ചോദ്യം വേണ്ട അല്ലേ? പറയുന്ന ചെറിയ കാര്യങ്ങൾ വലിയ അറിവുകളാകുമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു.